യുഎസ് അന്തർവാഹിനി ഐറിസ് ദേന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുങ്ങിയതിന് പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ് ഇറാൻ. അതിഭയാനകമായ സാഹചര്യത്തിലൂടെയാണ് യുദ്ധം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാനിയൻ നാവിക കപ്പലിന് നേരെയുണ്ടായ ആക്രമണം സംഘർഷം രൂക്ഷമാക്കിയിട്ടുണ്ട്. 100-ലധികം നാവികരുടെ മരണത്തിന് ഉത്തരം ലഭിക്കാതെ പോകില്ലെന്ന് ഇറാൻ സൈനിക മേധാവി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഐറിസ് ദേന എന്ന യുദ്ധക്കപ്പലിലെ 104 ക്രൂ അംഗങ്ങളെ കൊലപ്പെടുത്തിയത് തിരിച്ചടിയാകുമെന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ് അമീർ ഹതാമി പറഞ്ഞു. ദേന ഡിസ്ട്രോയറിന്റെ ജീവനക്കാർ ഒരു സമാധാനപരമായ ദൗത്യം പൂർത്തിയാക്കിയിരുന്നു. ഇറാനിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അവരെ ലക്ഷ്യം വെച്ചതെന്നും ഹതാമി പറഞ്ഞതായി ഇസ്ലാമിക് റിപ്പബ്ലിക് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. നേരിട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും നാവികർ ആക്രമിക്കപ്പെട്ടുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തുവെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. മാർച്ച് 4 ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് നിന്നും ഏകദേശം 4 നോട്ടിക്കൽ മൈൽ അകലെ തുറമുഖ നഗരമായ ഗാലയ്ക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അന്താരാഷ്ട്ര ജലത്തിൽ വെച്ച് ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അന്തർവാഹിനിയിൽ നിന്നും തൊടുത്തുവിട്ട ടോർപിഡോ ഇറാനിയൻ ഫ്രിഗേറ്റിൽ ഇടിച്ചപ്പോഴാണ് സംഭവം. ഇടിയുടെ ആഘാതത്തിൽ കപ്പൽ മുങ്ങി. കടലിൽ നിന്നും 87 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും 32 നാവികരെ ജീവനോടെ രക്ഷപ്പെടുത്തി വൈദ്യചികിത്സയ്ക്കായി ഗാലയിലേക്ക് കൊണ്ടുപോയതായും ശ്രീലങ്കൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഡസൻ കണക്കിന് പേരെ കാണാതായതായി റിപ്പോർട്ടുകളുമുണ്ട്. ചില റിപ്പോർട്ടുകൾ പ്രകാരം 80-നും 87-നും ഇടയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി പറയുന്നു. ഇറാന്റെ നാവിക ചരിത്രത്തിലെ ധൈര്യത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതീകങ്ങളായിരുന്നു വീരമൃത്യു വരിച്ച ക്രൂ അംഗങ്ങളെന്നും ഹതാമി വിശേഷിപ്പിച്ചു. ദേനയുടെ പേരും അതിലെ ജീവനക്കാരുടെ ത്യാഗവും ഇറാന്റെ നാവിക ചരിത്രത്തിൽ ധൈര്യത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമായി നിലനിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൈന്യം ഇറാന്റെ സമുദ്രാതിർത്തികൾ സംരക്ഷിക്കുകയും പുതുക്കിയ ദൃഢനിശ്ചയത്തോടെ നാവികശേഷി ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നും കൂട്ടിച്ചേർത്തു. വാഷിംഗ്ടണിൽ പീറ്റ് ഹെഗ്സത്ത് പണിമുടക്ക് സ്ഥിരീകരിച്ചു. അന്താരാഷ്ട്ര ജലാശയത്തിൽ സുരക്ഷിതമാണെന്ന് കരുതിയ ഒരു ഇറാനിയൻ യുദ്ധക്കപ്പലിനെ ഒരു അമേരിക്കൻ അന്തർവാഹിനി മുക്കി. പകരം അതൊരു ടോർപിഡോ ഉപയോഗിച്ച് മുക്കിയെന്നും ഹെഗ്സത്ത് പറഞ്ഞു. ആക്രമണത്തെ നിശബ്ദ മാരണമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം അമേരിക്ക ഒരു ടോർപിഡോ ഉപയോഗിച്ച് ഒരു ശത്രു കപ്പലിനെ മുക്കിയ ആദ്യ സംഭവമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിശാഖപട്ടണത്തെ നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത ശേഷം ഇറാനിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഐറിസ് ദേന എന്ന കപ്പൽ ആക്രമണം ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.